നീ സ്വപ്നം കണ്ടതാ. ആരും വെടിവെച്ചാലാ ടയറിന്റെ വെടി തീർന്നതാ. പെട്ടെന്ന് ടയർ മാറ്റിയിടാൻ നോക്കും. ഇനി പഞ്ചർ ഒട്ടിക്കുന്ന കാശ് ഞാൻ ഏത് കണക്കിൽ അതൊക്കെ പിന്നെ ആലോചിക്കാം. ഒരു ചായ കുടിച്ചാലോ? ആ ചായ കുടിക്കാനുള്ളവർക്കൊക്കെ വരാം. ഇന്ന് ആരാണ് കണി കണ്ടത്? ചെറുത്താൻ കാശും ഭയുടെ ഇടിയും കൊണ്ട് വണ്ടിയുടെ വെടിയും തീർന്നു. ജിമ്മി അവന്റെ ആന്റിയുടെ വീട്ടിൽ പോയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. അടുത്തെങ്ങും ചായക്കട കാണുന്നില്ലല്ലോ. വാ, ഇതിപ്പോ നടന്ന് നമ്മള് കൊച്ചിയിലെത്തുവോ? കൊച്ചിയിലെത്തിയ പൈയുടെ തട്ടുകടന്ന് നല്ല സൂപ്പർ ദോശ കഴിക്കായിരുന്നു. ഇവിടെയൊക്കെ വല്ല ദൊപ്പം കിട്ടുള്ളൂ. ദോശയല്ല. വെളുപ്പാങ്കാലത്ത് ഒരുമാതിരി അളിഞ്ഞ തമാശ അടിച്ചോണ്ടല്ലോ. ജയിലിൽ നിന്ന് കിട്ടിയ ഫുഡാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. പെണ്ണാണെന്ന് കരുതി ഇവനെ ജയിൽ വാർഡന്മാര് നന്നായിട്ട് സൽക്കരിച്ചു. ഒരുതരം തട്ടിലും മുട്ടിലും ഞാനൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നു കൊടുത്തു. ജയിലിലെ പോലീസുകാർ എന്തിനു കുറ്റം പറയുന്നു? ഇവനെ കണ്ടാൽ ചിലപ്പോ എന്റെ കൺട്രോളിന് പോകും. എല്ലടി ചക്കര അത് കണ്ടോ? സാറേ, ഒരു പെണ്ണിനെ അവര് മാറി മാറി പീഡിപ്പിക്കുന്നു. ഏതാടാ നീയൊക്കെ? ഇവളേതാ? എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയ. എങ്ങനെ ഉറക്കം വരുവാടാ? അതുപോലത്തെ ഒരു ഉരുപ്പടിയല്ലേ കൂടെ ഉള്ളത്? കേരള വണ്ടിയിലെ സാർ, ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ. പരിപാടിയും കഴിഞ്ഞ് വരികയാണ്. കേരള വണ്ടിയില് ഇനി ഉള്ള സത്യം പറയാമല്ലോ, ഞങ്ങള് ജയിലിൽ നിന്ന് വരിക. വീണ്ടും തുടങ്ങിയല്ല. ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ട് നിർത്തി അതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ SI മന്മഥരാജൻ. നിങ്ങൾ വിചാരിച്ചോളാം. എന്റെ പൊന്ന് സാറേ, സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റാ. കലാദർശന. കലാദർശന എന്താ ആർട്ടിസ്റ്റ്? ഫീമെയിൽ ആർട്ടിസ്റ്റ്. അതെ സാറേ, വിശ്വാസം പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ വിളിച്ചു. അല്ല സാറേ, സാറ് കാര്യം ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ചു. എന്താ സാർ? വേണ്ട. ഇതേപോലൊരു കേസ് സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കയറിയിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊപ്പി ഉറപ്പിക്കാനുള്ള പരിപാടി ആലോചിക്കാം നീയൊക്കെ. തങ്കമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവളെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്ക്. മുമ്പൊരിക്കലേ CA സാർ ഇവളെ പൊക്കിയിട്ടുണ്ടോന്നൊരു സംശയം. സംശയം വേണ്ട, അയാള് പൊക്കും. പൊക്കാൻ അയാള് ഭയങ്കര മിടുക്കനാ. എന്തായാലും ഇവളെ നീ അടിമുടി ശരിക്കും പരിശോധിക്കണം. ശരി സാർ. സാറേ, അത് വേണോ? ഇത് വേണടാ. വേണ്ട. ഈ തങ്കമ്മ സാറ് വിവാഹിതയാണോ? ഒന്ന് 2 ആലോചന വന്നതാ. പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് അറിഞ്ഞപ്പോ അവരെല്ലാം വേണ്ട. ഈ പോലീസ് സ്റ്റേഷനിൽ എല്ലാരും സാറേ, തങ്കമ്മ സാറിന് കൊറോണ. എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ അക്ഷരം വേണ്ടി പോവരുത്. ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ? പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു. തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, എന്റെ സാറേ, പിടിക്കണോ? കുറച്ച് വെള്ളം എടുത്തോളൂ. തങ്കു പറ മോളെ, നിനക്ക് എന്ത് പറ്റി? അവൻ നിന്നെ വല്ലതും ചെയ്തോ? ഞാൻ പറയാം. പരിശോധിച്ച് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടു പേടിച്ചു ഇല്ലേ? ആണോ മോളെ? ഹലോ ഹലോ ഹലോ. മനുഷ്യനെ മനസ്സമാധാനത്തോടെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? നീ ഇത് കണ്ടോ? എന്ത്? ഈ പത്രം കയ്യിൽ കിട്ടിയപ്പോ തൊട്ട് ഓടാൻ തുടങ്ങിയതാ.
ഈ ഓട്ടം ഞാൻ കോമൺവെൽത്തിൽ ഓടുന്നെങ്കിൽ എനിക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത്. ജിമ്മി, 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 മനോജ്. ശല്യമായല്ലോ. എന്താണ് ഇത്? നിനക്ക് ഉറക്കമില്ല എന്ന് വെച്ചാൽ ഞാൻ വെളുപ്പിന് വന്ന് കിടന്ന് ഉറങ്ങിയതാ. ഇനി ആരും മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോണില്ല. ദാ ഇത് കണ്ടോ? ഏത്? ഓ, ഇതാണോ കാര്യം? അവൻ ചാകട്ടടാ, ഇവനൊക്കെ ചാകേണ്ടവനാ. അതൊന്നും അല്ല വിഷയം. കാസിം ബായുടെ കൊലപാതകത്തിൽ കലാദർശനക്കാരൻ സംശയം ഉണ്ടെന്ന്. താടിക്ക് തീ പിടിക്കുമ്പോഴാ ഇവിടെ മറ്റുള്ളവന്റെ മനസ്സ് പോവുകയാ. പണ്ടേ അവനെയൊക്കെ തട്ടേണ്ടതായിരുന്നു, വൈകിപ്പോയി. മതി മതി, തീർന്നു തീർന്നു. ഇവിടെ പഠിക്കലും വേണ്ട പഠിപ്പിക്കലും വേണ്ട, എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. നാളത്തെ പ്രോഗ്രാമിൽ ഒരു 5 ജോഡി ചെലങ്ക വാങ്ങിച്ചു. ചെലങ്ക ഒടുക്കത്തൊരു ചെലങ്ക. എന്തിനാണ് ചെലങ്ക? നീ മൊബൈലിൽ കൂടെ ആൾക്കാരോട് കൊഞ്ചി കുഴയല്ലേ? തബലയ്ക്ക് ചോറ്? എന്റെ ചോറ് പോയിട്ടാ നിക്കണേ, പിന്നെയാണ് തബലയ്ക്ക് ചോറ്. ആ നീ ഇങ്ങോട്ട് വരിക, നിന്നെ ഞാൻ കളഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനും. ആ എന്റെ ഇത്രയും കാലത്തിനിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി ഞാൻ എന്താ ചെയ്യാ? എന്തത് ഇടിവെട്ടുണ്ടാ? എവിടുന്ന് ഈ ശബ്ദം കേക്കണേ? ആ അത് ശരി. ഓഹോ, ആ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം കേട്ടാ, ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഇനി നീ വരില്ല എന്റെ അടുത്ത്. ഇതെവിടേക്ക് ഈ പോണു? അത് ശരി. അപ്പൊ തവല ഡക്കനെ കല്യാണം കഴിച്ച അന്നപ്പ അത് നിന്നെ ഞാനേ ഇനിയിപ്പൊ ഒന്നും നോക്കാനില്ല. എല്ലാവരും ഇറങ്ങിക്കോട്ടോ. ഇത് എവിടെങ്കിലും കൊണ്ട് ഞാൻ ഒന്ന് കുളിച്ചു. സമാധാനായി. അച്ചോ, എന്താ നിന്റെ പേര്? ഞാൻ അച്ഛന്റെ ഷിറ്റിയല്ലേ. ഇത് നമ്മുടെ ഓഫീസ് ദർശന. എന്തു പറ്റി അച്ചോ? ഞാൻ ചത്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്ന് സമാധാനിക്ക്. കലാദർശനക്കാരുടെ മേൽ സംശയമുണ്ട് എന്നൊരു വാർത്തയല്ലേ പത്രത്തിൽ വന്നുള്ളൂ. മതിയല്ലോ. നിങ്ങൾ കാസിംബായും തമ്മിൽ ജയിലിലുള്ള അടിപിടിക്ക് ശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അന്വേഷണം എന്നും പറഞ്ഞ് ഇനി ഏത് സമയത്തും പോലീസ് ഇവിടെ കയറി വരും. അവരെ പിന്നെയും പറഞ്ഞ് സമാധാനിപ്പിക്കാം. ആ ചാനലുകാർ ഇപ്പൊ ഇങ്ങെത്തും. അവരുടെ ക്യാമറയിൽ എന്റെ മുഖം പതിയുന്നതിന് മുമ്പ് ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ചാടിച്ചാവും. അതാ നല്ലത്. അച്ഛന്റെ മുഖത്തിനെ നേരത്തെ തന്നെ ക്യാമറ വീശില്ല. ഇവന് വിവരമില്ല. നിങ്ങൾക്കൊന്നും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങളുടെ തിരിച്ചുള്ള പോക്ക് പ്രശ്നമാവോ അച്ചോ? കൊലപാതകമാവുമ്പോ സംശയം തോന്നുന്ന എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യാതിരിക്കില്ല. ഇത്രയും കാലായിട്ട് എന്റെ ഈ അസുഖം മനസ്സിലായില്ലല്ലേ? കൊച്ചു വെളുപ്പാൻ കാലം തൊട്ടുള്ള വിളിയാ. കാസിംബായുടെ കൊലയുമായിട്ട് കലാദർശനയ്ക്കെങ്കിലും ബന്ധമുണ്ടോ? ആരാ കൊന്നത്? ഇതൊക്കെ അറിയാമെങ്കിൽ ഞാൻ തന്നെ അവരെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കില്ലേ? അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ബഹളായിരുന്നു. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? അല്ല, ഏതോ ഒരു ക്രിമിനൽ ജയിലിൽ കിടന്ന് ചത്തുന്ന് കരുതി നമ്മളെന്തിനാ വെറുതെ പേടിക്കുന്നത് അല്ലേ? ഉവ്വടാ, പേടിക്കണ്ട. നമ്മുടെ പോലീസാ കുറ്റം ചെയ്തവരെ കിട്ടിയില്ലെങ്കിൽ കയ്യിൽ കിട്ടിയവന്മാരെ അവര് ഉരുട്ടി കൊല്ലും. അപ്പൊ അച്ഛനെ ഒരു ഉരുട്ടല്ലേ? എന്തിനാ? നിനക്കൊക്കെ കണ്ട് രസിക്കാനാ? ഏയ് അതല്ല ചോ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ ഉരുട്ടുമ്പോ ഞങ്ങൾക്കൊരു കമ്പനി ആവൂലോന്ന് വെച്ചാ അല്ലടാ. അത്രേ ഉള്ളൂ. എന്റെ കർത്താവേ, ഇവനെയൊക്കെ ഏത് നേരത്താ? കുംഭം 16 വെളുപ്പിന് 6:30 മണിക്കാണ് എന്റെ ജനനം. ഓ, ജനനത്തിന്റെ സമയമല്ല ഞാൻ ചോദിച്ചത്, മാനുഫാക്ചറിംഗ് ടൈം. അവൻ എവിടെ? ആ ജിമ്മി. ഈ വാർത്ത കണ്ട ഉടനെ അവൻ എങ്ങോട്ടോ മുങ്ങി വെച്ചോ. ഇല്ല ഇല്ല, ഞങ്ങളെ കാസിമെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ കാസിമെ കൊണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല. ഇല്ല സാറേ, ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളെ കൊന്നാലും ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല. സാറേ, ഞങ്ങളെ കാസിമെ കൊന്നത് ആരായിരുന്നാലും ആ നമുക്കിനെ വെറുതെ വിടരുത്. കൊന്നവൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. മാറിക്കണം സാറേ, കളി ഞങ്ങൾ രാഷ്ട്രീയ തടവോട് വേണ്ട സാറേ. ഭായിയുടെ ചോദിക്ക് ഞങ്ങൾ പലരും ചോദിക്കും. പകരം പിന്നെ ചോദിക്കും. അങ്ങോട്ട് കത്താല് ഇവനെ പോലുള്ളൊരു സ്വൈര്യം തരൂല.
കോൺസ്റ്റബിൾസ് come on. ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരെ ഇങ്ങ് വിളിക്കുക. ആരുടെ ബോണറ്റ് ദോശക്കല്ലാക്കിയത്? ഇപ്പൊ എന്റെ ഊരകം മുഴുവൻ ബുൾസേ ആയേനെ. അങ്ങോട്ട് സെർച്ച്. നോ 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 ഫാദർ തർക്കണ്ണം ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല. എല്ലാം ഷിറ്റിമോൾ തന്നെയാണ് ഷൂട്ട് ഔട്ട് ചെയ്യുന്നത്. ബ്ലഡി ഷിറ്റ്. നോ സർ, ഐ ആം ഷിറ്റിമോൾ. ഷിറ്റിമോളായാലും ഷഡ്ഡിമോളായാലും ശരി തന്നെ. ഈ ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ ലോങ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത് റോങ് ആണ്. ഏറ്റവും അപകടം പിടിച്ച 2 സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ രണ്ടിന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. സോറി സർ. പോലീസ് ആയ ഇങ്ങനെ തന്നെ വേണം. ഇതാണ് സാറാ മിമിക്രിക്കാരൻ. ഓഹോ, ഇവന്മാരാണല്ലേ. ഇങ്ങോട്ട് മാറിക്കടോ. എന്നെ മനസ്സിലായില്ല. ഐ ആം ചക്രവർത്തി. ഹലോ. ഹായ്, മിഥുൻ ചക്രവർത്തി. ഹലോ. ഷോർട്ട് ഫോമിൽ എന്നെ ഡിപ്പാർട്ട്മെന്റിലെ MC എന്ന് വിളിക്കും. കേട്ടിട്ടില്ലേ? ഓ, നമ്മൾ അടിക്കണ MC. അത് അടിക്കുന്ന MC, ഇത് ഇടിക്കുന്ന MC. ഇവനാരാ? വടിവേലു പഴുത്ത പോലുണ്ടല്ലോ. താഴെ മാത്രമല്ല മേളിലോട്ടും. സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റാ. താങ്ക് യു. പെരുക്കി പിടിച്ചിരിക്കാൻ നീ ആരടാ? ജയനോ? കാണിക്കടോ. എന്ത് ജയനെ കാണിക്കടോ? നീയാണോടാ വഴിവെക്കിൽ നിന്ന് പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി? ഇത്രയും വർഷമായിട്ട് ഈ ഡയലോഗെങ്കിലും തനിക്കൊന്ന് മാറ്റി പറഞ്ഞുവിടോ. വേറെ ഡയലോഗ് ആവും പറയണ്ട. ഇനി മേലില്ലെങ്കിൽ എന്റെ ജയേട്ടൻ ആരും അനുകരിക്കരുത്. മനസ്സിലായോ? നീയൊക്കെ കുറെ പെറുക്കികൾ കാരണം എന്റെ ജയേട്ടൻ നേരത്തെ അങ്ങ് പോയത്. അവിടെ അയാൾക്ക് സ്വസ്ഥത കൊടുക്കൂലെന്ന് വെച്ചാ ഇടിച്ചുരുട്ടി നിന്നെയൊക്കെ ചപ്പാത്തി പരുവത്തിലാക്കും. മനസ്സിലായോ? നീ ആരടാ? ജോസ് പ്രകാശോ? മനോജ്. ഇങ്ങോട്ട് മാറി നിക്കടാ. അപ്പൊ നിനക്ക് കൊലപാതകവും ബലാത്സംഗവും ചെയ്ത് ശീലമുണ്ടായിരിക്കും. ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന എങ്ങനെയെന്ന് കാണിക്കടാ. കാണിക്കടാ. നിന്റെ കഴുത്തിലല്ല, എന്റെ ഈ ബലിഷ്ഠമായ കഴുത്തുകളിൽ കാണിക്കടാ. പിടിക്ക്. പോരാ. നന്നായിട്ട് പിടിച്ചില്ലെങ്കിൽ സാർ ഇടിക്കും. നല്ല രീതിയിൽ പിടിക്കടാ. പോരാ. പോരാ. നീ എന്റെ കഴുത്തിന് പിടിച്ച എന്റെ മിഡിലെ ഒബ്ലാൻ കെട്ട് വരെ തകർത്തല്ലടാ. പിടിക്കാൻ പറഞ്ഞാ നീ ഉടനെ പിടിക്കോ. അപ്പൊ ഈ കൈ കൊണ്ടാണ് നീ കാസിംബായുടെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. അയ്യോ, കൊലയാളി ഞാനൊന്നുമല്ല സാർ. നീ അല്ലേ മിണ്ടരുത്. വിലങ്ങ് കൊണ്ടോന്നില്ല സാർ. വല്ല തുണ്ട് കറങ്ങാൻ എടുത്ത് കെട്ടി വലിച്ചോണ്ട് പോടോ. ഇവനെ വിട്ടുകളയരുത്. എവരോ തറ കണ്ട ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ഇവിടെ ആരും ഇല്ലടാ. എവിടാ തറയാൻ പറയേക്ക? ഇവിടെ ഇല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഈ പോലീസുകാർക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കൂ. വേണ്ടച്ചോ, എനിക്ക് ഇരിക്കാൻ കഴിയില്ലച്ചോ. അതെന്താ, മൂലക്കുരുവിന്റെ ഉപദ്രവമുണ്ടാ? അതല്ലച്ചോ. പിന്നെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതൊരു മുഖമാണോ? അർപ്പിക്കലച്ചോ, പറഞ്ഞു വരട്ടെ. ഓർമ്മ കാണില്ല. പിച്ച വച്ച് തുടങ്ങിയ കാലം മുതല് ഒരു പിച്ചക്കാരനെ പോലെ ഈ കൊച്ചു കലാകാരൻ കൊച്ചിയിലെ കലാദർശനയുടെ വാതിൽ മുട്ടി വിളിക്കാറുണ്ടായിരുന്നു. അന്ന് ഇവിടെ സിദ്ദിഖ് ലാലും ജയറാമും ചാലക്കുടി മണിയൊക്കെ അരങ്ങ് തകർക്കുകയായിരുന്നു. അവരിൽ ഒരാളായി ഈ എന്നെയും ചേർക്കണമെന്ന് പലവട്ടം ഞാൻ അച്ഛനോട് കെഞ്ചിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ യാചന അച്ഛൻ ചെവിക്കൊണ്ടില്ല. പകരം ചെവിക്ക് പിടിച്ച് അച്ഛൻ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ദാറ്റ്സ് ഓൾ. അച്ഛോ, എനിക്ക് വേറെ ട്രൂപ്പുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ വന്നാൽ ഒരു സിനിമാ നടനാകാന്ന് ഞാൻ മോഹിച്ചു. പക്ഷെ ആ മോഹം എനിക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഒരു ഗതിയും പരഗതി ഇല്ലാതായപ്പോ ഞാൻ നേരെ ചെന്ന് പോലീസിൽ ചേർന്നു. തെറ്റാണോ അച്ഛോ? എന്താ? ഒന്നും പറഞ്ഞില്ലേ? ഇനിയെങ്കിലും കാക്കിക്കുള്ളിൽ വീർപ്പ് മുട്ടിക്കിടക്കുന്ന ഈ കൊച്ചു കലാകാരനെ അറ്റ്ലീസ്റ്റ് ഒരു കലാഭവൻ നാരായണൻകുട്ടി ആയിട്ടെങ്കിലും ആക്കി തന്നാ മതി. തരില്ലേ അച്ഛോ? തരാം. അത് മതി. ഇനി അച്ഛൻ ഈ ലോഹയൊന്ന് മാറ്റിക്കേ, എനിക്കൊന്ന് പിടിക്കാനാ. എന്താണ്? കാല് പിടിക്കാനാന്നു. അത് ശരി. കേസന്വേഷണത്തിന് വന്നതല്ലേ, മിമിക്രി ട്രൂപ്പിൽ ചേരാൻ വന്നതല്ലേ? കാര്യം കാണാൻ ഏത് കഴുതക്കാലം പിടിക്കണമല്ലോ അച്ഛോ. എന്നെ ട്രൂപ്പിലെടുക്കാന്ന് വാക്ക് തരൂ അച്ഛോ. തറക്കണ്ട അച്ഛ, വാക്ക് താ എനിക്ക്.
ആരും എന്ന് വിടാൻ പറഞ്ഞ എനിക്ക് വാക്ക് തരാണ്ട് ഞാൻ ഈ കളിന്ന് വിടില്ല. ഞാൻ വിടൂലെന്നല്ലേ പറഞ്ഞത്. അച്ഛൻ വെറുതെ ഒരു വാക്ക് പറ എന്നാ എഴുതി. പോലീസാണ് കാല് വാരി നിലത്തടിക്കുമ്പോ വാക്ക് വന്ന് കേറിയപ്പോ എന്തൊരു പവറും ജാടയായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്റെ കാക്കക്കുള്ളിയിലെ കലാഹൃദയം. നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ, എന്നെ എടുത്തു എന്ന് പറയാച്ചോ. പിള്ളേരെ, ഈ കാലിപിടുത്തക്കാരന്റെ കയ്യില് എന്തെങ്കിലും കോപ്പുണ്ടോന്ന് ഒന്ന് പരിശോധിച്ചു നോക്കും. പരിശോധിക്കേണ്ട കാര്യമില്ലച്ചോ, ഞാൻ ഓക്കെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. നടക്ക. അല്ല അതിന്റെ ആവശ്യമുണ്ട്. നടക്കാൻ. കാല് പിടിക്കാൻ വന്നതല്ലച്ചോ, എന്റെ തൊപ്പി എടുക്കാൻ വന്നതാ. ഞാൻ ഓക്കെയാണ്. പോലീസാണ്, മറക്കല്ലേ. സാറായിരുന്ന എന്താടോ ഒരു പകലുറക്കം? രാത്രി ഉറക്കൊന്നുമില്ലേ? ഞാൻ ഡ്യൂട്ടിയിലാണ് സാർ. സാർ ഇരുന്നാട്ടെ. വേണ്ടടോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അല്ല സാറെന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന്? എനിക്ക് തന്നെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. എന്താ സാർ? ലോക്കപ്പിൽ കിടക്കുന്ന മിന്നൽ ഹംസയെ കുറച്ച് നേരത്തേക്കൊന്ന് വിട്ടുതരണം. ഇവനൊരു വെട്ടുകേസിലെ പ്രതിയാണ് സാർ. എനിക്ക് അധിക സമയമൊന്നും വേണ്ടടോ, 2 മണിക്കൂറിനാണ് ഞാൻ എത്തിച്ചേക്കാം. ഒരുത്തന്റെ കൈയും കാലം തല്ലി പിടിക്കാനാ. അയ്യോ, ആരെങ്കിലും പറഞ്ഞ പണി പോകും. നക്കാപ്പിച്ച കാശ് കിട്ടുന്ന ഈ പണി പോകുന്നതിലെങ്കിൽ പോട്ടടോ. തനിക്ക് എന്റെ ഭാര്യയുടെ ഗാർമെന്റ് ഷോപ്പിൽ സെയിൽസ്മാനായിട്ട് ജോലി തരാം. ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളവും തരാം. ഒന്നും വേണ്ട സാറേ, ഉള്ള പണി പോകാതിരുന്നാ മതി. താൻ ഇങ്ങനെ പേടിച്ചാലോ? ഒന്ന് വേഗം തുറന്നേ. എനിക്ക് സമയം അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തുറന്നേ. ഞാൻ പേടിക്കണ്ടോ. ആരാടാ നീ? അയ്യോ, അറിയില്ലേ? ഞാൻ പൂരപ്പറമ്പി വെടിക്കെട്ടിന് വന്ന വാസു, ഗുണ്ടു വാസു. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? തലവമ്മല്ലേ കൂത്താട്ടുകളും കുട്ടപ്പന്റെ അളിയൻ അഞ്ചരക്കണ്ടി അരവിന്ദൻ. അയ്യോ, സാറായിരുന്നു അഞ്ചരക്കണ്ടി. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സോറി സാറേ. നീ ഏത് അഞ്ചരക്കണ്ടി ആണേലും 10 കണ്ടി ആണെങ്കിലും പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ചവിട്ട് നിന്റെ നെഞ്ചാൻ കൂടി ഞാൻ പൊട്ടിക്കും. അഞ്ചരക്കണ്ടി അരവിന്ദൻ. ഓഹോ, അപ്പൊ താനാണ് പുതിയ CI. തുറക്കടോ. എടോ തുറക്കൻ. വരട്ടടോ, തന്റെ കുട്ടപ്പനളിയാൻ വന്നിട്ട് വിടാം. എന്തിനാടോ താനൊക്കെ യൂണിഫോം ഇട്ടി കസേര കയറിയിരിക്കുന്നത്? നട്ടല്ലില്ലാത്ത തന്നെ പോലുള്ളവർക്ക് ആണും പെണ്ണും കെട്ട ഇവനെ പോലൊരുത്തന്റെ ഭാര്യയുടെ ഗാർമെന്റ് ഷോപ്പിലല്ല, അവരുടെയൊക്കെ അടിപ്പാവാട കഴുകി കൊടുക്കുന്ന പണിയാണോ ഇതിലും നല്ലത്? വെറുതെ പോലീസിന്റെ പേര് കളയാൻ വേണ്ടി നടക്കുന്നു. ഓടോ. CI ഫൈസൽ സാറാ, നീ ഇനി ജന്മത്തിറങ്ങൂല. ആരാടാ? ആരുമില്ല. ഏതാടാ ഈ അമണ്ട സാധനം? ഗുഡ് മോർണിംഗ് എവരിബഡി. ഹലോ, ഇങ്ങോട്ട് വരൂ. ഞാൻ അവിടുത്തെ മീന, പക്ഷേ എന്റെ അസിസ്റ്റന്റ്. मैं अन्ना करीना फ्रॉम मुंबई. मैं उन्नी. मैं मोहिनीअट्टम सीखने के लिए आई हूँ. ഏതോ സിക്കുകാരൻ പറഞ്ഞു വെച്ചാൽ മോഹിനിയാണെന്ന് തോന്നുന്നു. बोलिए. इधर मोहिनीअट्टम सिखाएंगे क्या? जरूर सिखाएगा. आइए. कुचिपुड़ी, മോഹിനിയാട്ടം, ഭരതനാട്യം सब आता है. എന്ത് കുന്താണോടാ ഈ കൊച്ചു പറയണത്? ബോംബെന്ന് മോഹിനിയാട്ടം പഠിക്കാൻ വന്നിരിക്കുക. ഹിന്ദിക്കാരിയാ. അപ്പൊ ഹിന്ദിയിലാണ് ഈ കൊച്ചു മോഹിനിയാട്ടം പഠിക്കുന്നത്? അപ്പൊ നമ്മളെല്ലാരും ഹിന്ദി പഠിക്കേണ്ടി വരുമല്ലോ. അതിനെന്തിനാണ് നീ ഹിന്ദി പഠിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞിട്ട് ഹിന്ദിയിൽ ആക്ഷൻ കാണിച്ച പോരെ. हाय ब्लैक मैन. मैं भी ब्लैक हूं. ഞാനും നീ ബ്ലാക്ക് ഒന്നുമല്ല, നീ വൈറ്റ്. ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടാണ് ഇപ്പൊ white ആയത്. ഒന്നുമല്ല, നീ ഓൾറെഡി വൈറ്റാ. देखिए अन्ना जी, ये काला नहीं है, ये गोरा है. He is white. He is not black. അല്ല white ആണ്. നീ white തന്നെയാണ്, ഒരു സംശയം വേണ്ട. കള്ളം പറയരുത്. നീ കള്ളം പറയാണ്. നീ white തന്നെയാണ്. നിന്റെ പഴയ പണ്ട് പോലെയുള്ള സ്വഭാവമാണ്. നമ്മുടെ ഗ്രാമത്തിൽ വരുമ്പോ ചീപ്പ് ആയിട്ട് മാറണം. അച്ഛൻ പറയട്ടെ, ഞാൻ കാര്യം പറയാം. അച്ഛൻ സത്യം പറയൂ. അച്ഛോ, ഇവൻ ബ്ലാക്കോ വൈറ്റോ? അച്ഛൻ പറയട്ടെ. ഇവൻ വൈറ്റാ. ഇനി അച്ഛൻ പൊക്കോ. എടാ, അടിച്ചു മൂളിക്കും ഞാൻ. എടാ, കന്ന് കളിച്ചാ കൊള്ളാം, കാള കളിക്കരുത്.
ഇത്രയും കാലമായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലോ. നിങ്ങൾ മാറി നിന്നേ, മാറി. ആ കുട്ടി എവിടെ നിന്നേ? കുട്ടി ഏതാ? അച്ചോ, ഇതാണ് അന്ന കരീന. ബോംബെ മോഹിനിയാട്ടം പഠിക്കാൻ വന്നതാണ്. ഹിന്ദിക്കാരിയാണോ? മലയാളം അറിയാൻ പാടില്ല. മലയാളം അറിയാൻ പാടില്ലേ? എങ്കിൽ വിഷമിച്ചു പോലോ. അതൊരു പ്രശ്നമാവില്ല അച്ചോ, എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാലോ. ഞാൻ മാനേജ് ചെയ്തോളാം. മാനേജ് ചെയ്യാൻ നീ കുട്ടിയുടെ മാനേജർ? ബേട്ടി, കുട്ടിക്ക് ഇവിടെ പഠിക്കാൻ ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് മോഹിനിയാട്ടം കുച്ചിനഹി. ഇല്ല ഫാദർ, എനിക്ക് മലയാളം അറിയാം. എന്റെ മദർ ടങ് മലയാളമാ, പക്ഷെ പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാ. അപ്പൊ പിന്നെ ഹിന്ദി സംസാരിച്ചാ പോരെ? അത് വേണ്ട, മലയാളത്തിലൊക്കെ നിർത്ത്. വിശ്വസിച്ച് ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇവിടെ ഒരാളെ ഉള്ളൂ. ഞാനായിരിക്കും. ഞാനും. ഞാനല്ലേ അച്ചോ. ജോലിയായി. കുട്ടി ദേ അങ്ങോട്ട് പോയിക്കോളൂ. നിങ്ങൾ ഇപ്പൊ കാണിച്ച ഈ കളിയൊക്കെ എനിക്ക് ഇഷ്ടായി. പക്ഷേ ഒന്ന് ഓർത്തോ, കാസിംബായിയുടെ കേസന്വേഷണം അവസാനിച്ചിട്ടില്ല. അത് ശരി, അതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. വല്ലാണ്ട് സന്തോഷിക്കണ്ടടാ. ബ്ലാക്ക് മാൻ അപ്പച്ചൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കൊച്ചാൻറ്റിയാണ് പോലും, കൊച്ചാൻറ്റി. ആ വെളുപ്പല്ലേ കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ, സൗന്ദര്യം വാരിക്കോരി തന്നിട്ടുണ്ടല്ലോ. പണിയുണ്ട്. നമ്മുടെ അടുത്ത കളി എടുക്കാം. പോരാ, ഒരു കോട്ടൂടെ വേണ്ടി വരും. ബ്രഷ് ശരിയല്ല, അതാ വെളുക്കാത്ത. ഉമ്മയ്ക്ക് എന്നെ അറിയാൻ വഴിയില്ല. ഞാൻ ഹായ് ഫൈസൽ. ഉമ്മ, ഇത് ഫൈസൽ മുഹമ്മദ്. കോളേജിൽ എന്റെ സീനിയർ ആയിരുന്നു. ഇപ്പൊ ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറാ. കാസിമിക്കയുടെ കേസ് അന്വേഷിക്കുന്നത് ഫൈസലാ. വരൂ ഫൈസൽ. എന്താ മോളെ, ഒരു പോലീസ് ഓഫീസറെയാണോ പേര് വിളിക്കുന്നത്? സാരമില്ലുമ്മ, പേര് വിളിച്ചുള്ള ശീലം റസിയക്ക് കോളേജിൽ പഠിക്കുമ്പോഴേ ഉള്ളതാ. എന്നാലും മുതിർന്നവരെ പേര് വിളിക്കുന്നത് ശരിയല്ലല്ലോ. അതൊക്കെ പഴഞ്ചൻ രീതിയല്ലേ ഉമ്മ. ഇപ്പൊ സോറിയിടാ, വരട്ടേടാ എന്നൊക്കെ എല്ലാരും പരസ്പരം വിളിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി മോന് ചായ എടുക്കാം. വരൂ ഫൈസൽ. അന്ന കരീന, മറുപടി എന്താ ചിരിയിൽ ഒതുക്കി കളഞ്ഞത്? അന്ന കരീന എന്ന പേരിൽ മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടി കലാദർശനയിലേക്ക് പോയതിന്റെ പിന്നിൽ എന്തെങ്കിലും? ഏയ് നത്തിങ്. കാസിമിക്കയുടെ മരണം കൂടി കഴിഞ്ഞപ്പോ ഉമ്മ ആകെ അപ്സെറ്റായി. ഈ അവസ്ഥയിൽ ഉമ്മയെ തനിച്ചാക്കി മുംബൈയിലേക്ക് മടങ്ങി പോവാനും കഴിയുന്നില്ല. അപ്പൊ പിന്നെ എന്റെ ഡാൻസ് പ്രാക്ടീസ് ഒന്ന് കണ്ടിന്യൂ ചെയ്യാന്നും കരുതി. ഞാൻ കാദർബായിയുടെ മകളാണെന്നും പറഞ്ഞ് കലാദർശനയിലേക്ക് ചെന്ന അവരെന്നെ സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ റസിയ അന്ന കരീനയായി. അതിന്റെ കൂടെ കാസിമിക്കയുടെ മരണത്തിന്റെ നിജസ്ഥിതി അറിയാൻ ചെറിയൊരു അന്വേഷണവും ഒരു വട്ടാണെന്ന് കൂട്ടിക്കോ. അപ്പോ ഞാൻ ഈ അന്വേഷണം നിർത്തി തിരിച്ചു പോകേണ്ടി വരുമോ? ചിലപ്പോ വേണ്ടി വരും. എന്റെ കാസിമിനെ കൊന്നോരെ വെറുതെ വിടരുത് മോനെ. ഇല്ലുമ്മ, അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നത്. അതിനു മുമ്പ് എനിക്ക് ഉമ്മയിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയാനുണ്ട്.
അടുത്തളത്ത്. കണ്ടോ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കുന്നു. നീ എന്താ ഇത്ര സീരിയസ്? ഞാൻ ഹീറോ ആയതുകൊണ്ട്. കണ്ടാലും പറയും. ദേ, മിമിക്രി പഠിക്കാൻ വേറൊരു പോലീസുകാരന് വന്നേക്കണ്. അത് ശരി. പോലീസുകാർക്ക് വേറെ പണിയൊന്നുമില്ല. കലാദർശനയിൽ ഷൈൻ ചെയ്താൽ സിനിമയിൽ കയറി പറ്റാൻ എളുപ്പമാണെന്നാ ഇവന്റെ വരട്ടെ വരട്ടെ. ആ MCSI പോലെ മസിൽ പിടിച്ച് വരികയാണെങ്കിൽ ഇവനും കൊടുക്കണം ഒരു പണി. അത് ശരിയാ. ഇവനെ മിമിക്രി പഠിപ്പിക്കാം. കണ്ട ഇവനും മറ്റവനെ പോലെ തന്നെ. വെൽക്കം സർ. യെസ്, നമസ്കാരം. കലാദർശനയിലെ മിമിക്രി കലാകാരന്മാരാ. അതെ, ഞങ്ങൾ തന്നെ. ആട്ടെ, ഫാദർ ഉണ്ടോ? ഫാദർ ഉണ്ടോയിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടാറില്ല. ഈ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഈ ഹ്യൂമറും മിമിക്രിയൊക്കെ എനിക്ക് പണ്ടേ താല്പര്യം. അത് കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. സാറിന്റെ വരവിന്റെ ഉദ്ദേശം കൊച്ചാന്റെ ഞങ്ങളോട് പറഞ്ഞു. സാറിന് മിമിക്രി പഠിക്കാനാണ് താല്പര്യമെങ്കിൽ ആദ്യം ഞങ്ങളുടെ സിറ്റി മോളെ കണ്ട് പേര് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യണം. ആ ജയന്റെ മസിൽ പിടുത്തൊന്നും വേണ്ട. ഏറെയാ പുല്ലേ. സുരേഷ് ഗോപി, സുരേഷ് ഗോപി. അതെ, ഈ ഷൗട്ടിംഗ് ഒക്കെ കൊള്ളാം, പക്ഷേ പുല്ലേ എന്നുള്ള വിളിക്ക് പുള്ളിങ് പോലെ. അതെ, ഈ ബോഡി ഒന്ന് സ്വിംഗ് ചെയ്യണം. ദേ ഇങ്ങനെ ഒന്ന് ട്രെയിൻ ചെയ്യണം. ആദ്യം ഈ തൊപ്പി യൂണിഫോം ഒക്കെ ഒന്ന് അഴിച്ചു വെക്ക്, അല്ലെങ്കിൽ ചുളി. ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലടാ, ഒറിജിനലാ. എന്താടാ പോലീസിനോടാണോ നിന്റെയൊക്കെ കളി? സ്റ്റേജിൽ കയറി ഇന്ന് മന്ത്രിമാരുടെ നേതാക്കന്മാരുടെ ഒക്കെ തള്ളക്കും തന്തക്കും വിളിക്കുന്ന പോലെ എന്നോട് കളിച്ചാലുണ്ടല്ലോ, ചവിട്ടി നിന്റെയൊക്കെ നട്ടലൊടിക്കും. ശരിക്കുള്ള നിന്നോട് ആരാ പറഞ്ഞത് ഇയാള് മിമിക്രി പഠിക്കാൻ വന്ന? ഒരു ഊഹം. മേലാൽ ഊഹിക്കരുത്. എന്താ സാറേ, എന്താ പ്രശ്നം? താങ്കളാണല്ലേ ഫാദർ തറക്കണ്ടം? അതെ, എന്താ കാര്യം? കാസർഗോഡ് കാസിം ഭായി കൊല്ലപ്പെട്ടത് ഫാദറിന് അറിയില്ലേ? അറിയാം, പക്ഷെ എന്റെ പിള്ളേർക്ക് അതിലൊരു പങ്കുമില്ല. പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഫാദർ അല്ല, പോലീസാ. സാറേ, പണ്ട് ഖാദർ ഭായിയെയും മകൻ കാസിം ഭായിയെയും പോലീസിന് പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ എന്റെ പിള്ളേര് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ജയിലിൽ കയറി കാസിം ഭായിയെ കൊല്ലാനുള്ള മനക്കരുത്തൊന്നും എന്റെ കുട്ടികൾക്ക് ഇല്ല സാർ. അവര് നിരപരാധികളാണ്. ഒരു പുരോഹിതന്റെ റിക്വസ്റ്റ് തള്ളിക്കളയുന്നില്ല, പക്ഷേ അന്വേഷണം കഴിയുന്നത് വരെ ആരും ഈ സിറ്റി വിട്ട് പുറത്തുപോകാൻ പാടില്ല. വിളിച്ചാൽ ഉടൻ സ്റ്റേഷനിൽ വന്നിരിക്കണം.